അങ്കിള് സംസാരിക്കാവുന്ന അവസ്ഥയിലായാലും ഒന്ന് പറയണം. അറിയിക്കാം. ശരി. ശരി. അപ്പൊ കിരണും ദുർഗയും നുണ പറഞ്ഞതല്ല. അവര് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങള് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ചേച്ചി, ഇത്തവണ നിങ്ങൾ എന്ത് പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് അറിയണം. ഇന്ന് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ വിവാഹം ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കും. എന്നാ ശരി. എന്തിനാ ചേച്ചി വെറുതെ ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ച് ഓരോന്നും ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ചേച്ചി ചെയ്തു തന്നു, അതൊക്കെ തന്നെ ധാരാളം. അതൊന്നും പോരാ കിരൺ. എന്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു വിങ്ങലായിട്ട് നിൽക്കുക. നിങ്ങളുടെ വിവാഹം അത് നിയമപരമായി രജിസ്റ്റർ ചെയ്താൽ എനിക്കൊരു സമാധാനം കിട്ടും. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ചേച്ചിക്ക് കല്യാണത്തിന്റെ കാര്യത്തിലുള്ള സംശയം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഞങ്ങളോട് പറയാതെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തതും. ദുർഗ എന്താ ആലോചിക്കുന്നേ? അതല്ല ചേച്ചി, ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ചേച്ചി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയൂന്ന് ഞങ്ങൾ കരുതിയില്ലല്ലോ. അതിനെന്താ, നിങ്ങൾ ഉച്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ആളെ കണ്ടോളൂ. അത് എന്താന്ന് വെച്ചാലേ അയാൾക്കൊരു ഹെൽപ്പ് വേണം. അത് ഇപ്പൊ ചെന്നാലേ സാധിക്കൂ. ഞങ്ങൾ ചെല്ലാതിരുന്ന അത് നന്ദികേടാവും. അതെ ചേച്ചി. ശേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പോലും ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാ ഇന്ന് ഓഫീസിൽ പോലും പോവാതിരിക്കുന്നത്. ഒരു വാക്ക് ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിത് ഇപ്പോഴത്തേക്ക് കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി വാക്ക് കൊടുത്തതും കമ്മിറ്റ് ചെയ്തതൊന്നും മാറ്റാൻ നിൽക്കണ്ട. അതെല്ലാം ആ വഴിക്ക് തന്നെ നടക്കട്ടെ. രജിസ്ട്രേഷൻ നമുക്ക് മറ്റൊരു ദിവസം നടത്താം. അയ്യോ, ചേച്ചിക്ക് ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്. നോ, ഇല്ല. നിങ്ങൾ എന്തായാലും സമയം കളയാതെ പോയിട്ട് വരാൻ നോക്ക്. ശരി ചേച്ചി. ഒന്നിന്നേ. ഏത് ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞേ? പിന്നെ ഏതാ? പിന്നെ അത് സിറ്റി ഹോസ്പിറ്റല്. അതെ, അത് തന്നെ. ഓക്കെ, ശരി ശരി ചേച്ചി. ഇതെന്താ പറ്റിയ? സാറിനൊന്ന് സംസാരിക്കാൻ പോലും വയ്യ. ആരോ പിടിച്ചോണ്ട് പോയി കെട്ടിയിട്ട് തല്ലിയെന്നൊക്കെ അറിഞ്ഞത്. മരിച്ചു പോകാതിരുന്നത് ഭാഗ്യം. ആരാ അങ്ങനെ ചെയ്തത്? എന്തിനായിരുന്നു? ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. വലിയ കഷ്ടായി പോയി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1 മാസമെങ്കിലും എണ്ണത്തോണി കിടന്നാലേ ഇത് ശരിയാവുള്ളൂ എന്നാ തോന്നുന്നേ. അപ്പൊ കിരണും ദുർഗ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ
ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞത്. ഈ അവസ്ഥയിൽ ഇനി ഒന്നും ചോദിക്കാനോ പറയാനോ പറ്റില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ആവശ്യമോ സഹായമോ വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും സഹായം വേണ്ടിയെന്നാ ഞാൻ സാറിനെ അറിയിച്ചോളാം. അങ്കിള് സംസാരിക്കാവുന്ന അവസ്ഥയിലായാലും ഒന്ന് പറയണം. ഓ, അറിയിക്കണേ. അറിയിക്കാം. ആ, ശരി. ആ ശരി. അപ്പൊ കിരണും ദുർഗയും നുണ പറഞ്ഞതല്ല. അവര് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. കിരൺ, ശരി എന്നാ. അപ്പൊ ശരി എന്നാ. ആ, ഞാനിവിടെ സിറ്റി ഹോസ്പിറ്റലിലുണ്ട്. ആ, ആ. കിരണും ദുർഗ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞങ്ങൾ ഇങ്ങോട്ടാ വരുന്നതെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടാണല്ലോ വന്നത്. ആ അതെ. പക്ഷേ ഞാനിവിടെ വന്ന് നിങ്ങളെ കാണുന്നത് വരെ ആ കാര്യം ഓർത്തതേയില്ല. നമ്മുടെ ഒരു സ്റ്റാഫിന്റെ അമ്മ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവരെ ഒന്ന് കാണാന്ന് കരുതി വന്നതാ. എന്നിട്ട് കണ്ടോ? ആ കണ്ടു. അവര് ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാനും ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അപ്പോഴേ ഒരു കോള് വന്നേ. അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാ നിങ്ങളെ കണ്ടത്. എന്തിനാ ചേച്ചി വെറുതെ നുണ പറയുന്നേ? അയ്യോ, നുണയോ? ദുർഗ, ഞാനെന്തിനാ നുണ പറയുന്നേ? മനസ്സിലായില്ലല്ലോ. ചേച്ചിക്ക് ഞങ്ങളെ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് സത്യമാണോന്നറിയാൻ ഞങ്ങളെ പിന്തുടർന്ന് വന്നതല്ലേ. അയ്യോ, അങ്ങനൊന്നുമല്ല. ഞാൻ എന്തിനാ നിങ്ങളെ സംശയിക്കുന്നേ? അല്ല ചേച്ചി, കുറച്ചു നാളായിട്ട് ഞങ്ങൾ പറയുന്നൊന്നും വിശ്വാസം വരുന്നില്ല. വെറുതെ എല്ലാവരുടെ മുന്നില് ഞാൻ അനിയനെ പോലെയാ, സ്വന്തം അനിയനാ എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ ചുമ്മാ പറയുന്നതാ. അങ്ങനെ എന്നെ ശരിക്കും അനിയനെ കണ്ടിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെ സംശയിക്കില്ലായിരുന്നു. ശോ, എന്താ കിരൺ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. നീ ശരിക്കും എന്റെ അനിയൻ തന്നെയാ. ഞാൻ അങ്ങനെ മാത്രമേ നിന്നെ കണ്ടിട്ടുള്ളൂ. ഇല്ല ചേച്ചി, എന്റെ സ്ഥാനത്ത് പൃഥ്വിയായിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെയൊന്നും ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. കിരൺ അഭിനയിച്ച് തള്ളുവാണല്ലോ. ഒരുപക്ഷെ എന്റെ അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കാൻ എനിക്കൊരു ചേച്ചി ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞ അതിപ്പോ ഇല്ല. അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു.